അപ്പോൾ നമ്മൾ ബുഷ് പേപ്പറിന് വേണ്ടി ഇന്ന് ചാവക്കാട് നിന്ന് ഒരാൾ വരുന്നുണ്ട്. കുറച്ചെണ്ണം വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ സാമ്പിളൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ ഒരു സ്കൂട്ടി മേന് വരുന്നത് കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നമ്മളെ സാമ്പിൾ സ്കൂട്ടിമേ എത്രയും വേണമെങ്കിൽ കൊണ്ടുപോകുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിലൊന്ന് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കുറച്ച് പഴയ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ബുഷ് പേപ്പറിൻ്റെ രൂപങ്ങൾ. ഇതിലും നല്ല നീളത്തിലാണ് തിരിയുണ്ടാവുക, നല്ല നീളമായിരിക്കും. അപ്പോൾ ഈ രീതിയിലുള്ള ബുഷ് പേപ്പറാണ് നമ്മുടെ കയ്യിലുള്ളത്. നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയാനും കാണാനും വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ തൈകൾ വെച്ചതാണ് ഈ കാണുന്നതൊക്കെ. പ്രാവശ്യം തിരിയിട്ട് വരുന്നേ ഉള്ളൂ. മഴൻ്റെ പ്രശ്നമായിരിക്കും, എന്തോ അറിയില്ല. തിരിയിട്ട് വരുന്നേ ഉള്ളൂ. പിന്നെ ആദ്യമായിട്ട് തിരികളാണ് ഇതൊക്കെ കൊഴിഞ്ഞു പോകുന്നുണ്ട്. അത് ആ വേനൽ മഴയ്ക്ക് വന്നപ്പോൾ ഇട്ട തിരികളാണ് കൊഴിഞ്ഞു പോകുന്നത്. അപ്പോൾ പുതിയതായിട്ട് ഇട്ട് വരുന്ന തിരികളാണിത്. ഇതിൻ്റെ നീളം കണ്ടില്ലേ, നല്ല ഹൈറ്റുള്ള തിരികളാണ്. അപ്പോൾ ഇതിന് കൊടുക്കുന്ന വളത്തിൻ്റെ അത് നിൽക്കുന്ന സ്ഥലത്തിൻ്റെയൊക്കെ ഗുണം പോലെ ആയിരിക്കും ഇതിൻ്റെ തിരിയിടലും വളർച്ചയൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ വെറുതെ എന്തെങ്കിലും ഇട്ട് ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടാണ്. തൈകളും മറ്റുമൊക്കെ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ളൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുള്ളത്. വിൽപ്പനക്കും ഇത് കുറേ പേര് അറിഞ്ഞെങ്കിലല്ലേ ഇതൊക്കെ അറിഞ്ഞ് വാങ്ങാൻ വരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുള്ളത്. വെറുതെ നമ്മളൊരു നേരം പോക്കിന് എന്തെങ്കിലുമൊക്കെ വെച്ച് തുടങ്ങിയതല്ല, നമ്മളെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ കൂടുതലായിട്ടും കൃഷിപരമായിട്ടുള്ളതും മറ്റുമൊക്കെയാണ്. എപ്പോഴെങ്കിലുമൊക്കെ എന്തെങ്കിലും ജോക്കിങ് വീഡിയോ ഇടുമെന്നല്ലാതെ സ്ഥിരമായിട്ട് ജോക്കിങ് വീഡിയോ ഒന്നുമില്ല. നമ്മൾ കൃഷിപരമായിട്ടുള്ള വീഡിയോ തന്നെയാണ് എപ്പോഴും നമ്മുടെ ചാനൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ നമ്മളെ വീഡിയോകളൊക്കെ നിങ്ങൾ മുന്നിലെത്തിയാൽ ആവശ്യമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആർക്കാണ് ആവശ്യമെന്ന് നമുക്കറിയാൻ കഴിയില്ല. അപ്പോൾ കഴിഞ്ഞ പരമാവധിയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. കാരണം എല്ലാവരും ഇതൊക്കെ അറിഞ്ഞെങ്കിലേ നമ്മളെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അതിന് വേണ്ടിയിട്ട്. പിന്നെ ഇതേപോലെ തന്നെ കീറുതല എന്നിട്ടുള്ളൊരു ഇതാണ് കീറുതല. അപ്പോൾ നമ്മൾ മരത്തിൽ സാധാരണ വള്ളി പിടിപ്പിച്ചാൽ നമുക്ക് ഇതേമാതിരി അടിയിൽ നിന്ന് തന്നെ കണ്ണി കുത്തി കായ പിടിക്കാൻ ഉണ്ടാവില്ല. അപ്പോൾ അത് അറിയുന്നവർക്കറിയാം. അപ്പോൾ ഈ കീറുതല വെച്ച് കഴിഞ്ഞാൽ ഇതൊരു 6 മാസം കൊണ്ട് തന്നെ ഇതിൽ തിരിയിട്ട് തുടങ്ങും എന്നുള്ളതാണ്. നമ്മൾ വിളവെടുക്കുക എന്നുള്ളതാണ്. വിളവെടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ തിരിയിട്ട് തുടങ്ങും. വിളവ് 1-2 തിരി മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഒരു വർഷം കൊണ്ടൊക്കെ നമുക്ക് നല്ല രീതിയിൽ വിളവെടുക്കാം. എന്നതിൻ്റെ സാധാ തല വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെയായാലും 2-2.5 വർഷം ആയിരിക്കും നമുക്ക് അതിൽ നിന്ന് തിരിയിട്ട് കാണണമെങ്കിൽ തന്നെ 2-2.5 വർഷത്തോളം തുടങ്ങും. അപ്പോൾ ഇത് നമ്മളൊരു 3 മാസം 4 മാസം മുന്നേ വെച്ച തൈകളൊക്കെ ഒന്ന് കൊണ്ടു നോക്കാം. അപ്പോൾ അതുപോലുള്ള കീറുതല വെച്ചതാണ് ഈ പൈപ്പിലൊക്കെ. 4 മാസമായിട്ടുള്ളൂ. നമ്മൾ പല വീഡിയോയിലായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വളർച്ചയൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ വർഷം തിരിയിടാൻ സമയമായി. കണ്ടില്ല, കൂടുതലും കണ്ണികുത്തി റെഡി ആയിട്ടുണ്ട്. ഈ വർഷം തിരിയും. അതേപോലെ തന്നെ ഇതൊക്കെ അതുപോലെ വെച്ച് കഴിഞ്ഞാണ് ചിലത് കൂടുതൽ വളർച്ച ഉണ്ടാവും, ചിലത് കുറച്ച് വളർച്ച ഉണ്ടാവും. പക്ഷേ ഇത് കണ്ണി കുത്താതെ ഇങ്ങനെ നീണ്ടു പോയിട്ടുണ്ട്. അതിനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഇടണം. കാരണം നമ്മളെ കൈ കൊണ്ട് പറ്റാത്തതുകൊണ്ടാണ് അതിനിങ്ങനെ കണ്ണി കുത്താതെ ഇങ്ങനെ പോയിട്ടുള്ളത്. ഇത് റെഡി ആയിട്ടുണ്ട്, കണ്ടല്ലേ. അപ്പോൾ അതാണ് കീറുതല വെച്ച് കഴിഞ്ഞാൽ ഇളകണം. അല്ലാത്ത സാധാ തല വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും, ഇങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മളത് ഇറക്കി വെക്കണം. അപ്പോൾ ഇതിൻ്റെ ഗുണം, നമുക്ക് കുരുമുളക് പറിച്ചെടുക്കാൻ ഒരാൾ സഹായമൊന്നും വേണ്ട, നമുക്ക് തന്നെ പറിച്ചെടുക്കാം. ഇത്രയേ ഉയരമുള്ളൂ. പിന്നെ കൊണ്ട് തൂക്കി കിടക്കുകയാണ്. ഇതുപോലെ ഇങ്ങനെ താഴേക്ക് തൂക്കി കിടക്കണം. പിന്നെ നമുക്ക് ഒരു സ്റ്റൂൾ വെച്ച് പറിച്ചെടുക്കാനേ ഉള്ളൂ. ഇതേപോലെ ഇങ്ങനെ തൂക്കി കിടക്കും. ഇതുകൊണ്ടല്ലേ, ഇതൊക്കെ 1 വർഷം 1.5 വർഷമായതാണ്. ഏകദേശം നല്ലൊരു കുരുമുളക് കാലിനായി തുടങ്ങി. അപ്പോൾ ഇതാണ് ആ കീറുതല വെച്ചുള്ള ഗുണം. അപ്പോൾ ഈ കുറ്റിക്കുരുമുളകും കീറുതല, പേരക്കത്തൈ, ചെറുനാരങ്ങത്തൈ ഒക്കെ ഉണ്ടാക്കുന്ന വിധങ്ങളൊക്കെ നമ്മൾ പല വീഡിയോയിലായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയൊക്കെ നമ്മളെ കൈ കൊണ്ടൊക്കെ റെഡി ആയതിൻ്റെ ശേഷം നമ്മൾ അങ്ങനെയുള്ള വീഡിയോകളൊക്കെ ചെയ്യും. ഈ പേരക്കയാണ് ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത്.
നിറയെ കാഴ്ച നിൽക്കുന്ന കിടക്കണ്ടല്ലേ. അപ്പോൾ ചാവക്കാട്ടിൽ നിന്നും ഇത്രയും ലോങ് ദൂരം യാത്ര ചെയ്ത് അദ്ദേഹം ഇവിടെ എത്തി. അപ്പോൾ അദ്ദേഹത്തിനുള്ളതൊക്കെ നമ്മൾ 2 ബാഗിലാക്കി കൊടുത്ത് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇത്രയും ദൂരത്തു നിന്നൊക്കെ നമ്മൾ തൈകൾ തേടി എത്തുന്നുണ്ടെങ്കിൽ അത് നമ്മളെ യൂട്യൂബ് വീഡിയോയിലൂടെ കണ്ടും കേട്ടുള്ള പരിചയം കൊണ്ട് മാത്രമാണ്. കാരണം നല്ലതേ നമ്മളിവിടുന്ന് നൽകുന്നുള്ളൂ, അതെങ്ങനെയായാലും കൊറിയറായിട്ടും നേരിട്ട് വന്നിട്ടാണെങ്കിലും. അപ്പോൾ ഇത്രയും പറഞ്ഞ് നമ്മളെ വീഡിയോ ഇവിടെ പൂർണ്ണമാക്കുന്നു. എല്ലാവരും നമ്മളെ വീഡിയോ ഒക്കെ പൂർണ്ണമായിട്ടും കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലേ. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.